പീഡന വീരന്മാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന രീതിയിൽ അധപ്പതിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷത്തോളം പൂഴ്ത്തിവെച്ച നേരത്തെ തന്നെ സർക്കാർ സംശയത്തിന്റെ നിഴലിലായിരുന്നു. നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും കൊല്ലം MLA മുകേഷ് രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. പീഡന പരാതിയിൽ അന്വേഷണം നടക്കുന്നതേയുള്ളൂ, കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ രാജി വേണ്ട എന്നാണ് CPM കണക്കാക്കുന്നത്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലവിൽ MLA സ്ഥാനത്തു നിന്ന് രാജിവെക്കണ്ട എന്നതാണ് നിലപാട്. അഥവാ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് പരിശോധിച്ച് തീരുമാനിക്കും. തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റാനാണ് തീരുമാനം. തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത്. നടി അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. മുകേഷിനെ പിന്തുണച്ച് PK ശ്രീമതി ടീച്ചറും രംഗത്തെത്തി. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് PK ശ്രീമതി വ്യക്തമാക്കി. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന് നിയമത്തിൽ പറയുന്നില്ല. ഔചിത്യത്തോടെ കാര്യങ്ങളെ കാണണം. രാഷ്ട്രീയം നോക്കി സർക്കാരിനെതിരെ രംഗത്തിറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് മറ്റു സംഭവങ്ങൾ ഇതുപോലെ കാണുന്നില്ല എന്നും ശ്രീമതി ടീച്ചർ പ്രതികരിച്ചു. ആരോപണ വിധേയരായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നത് സർക്കാരിന്റെ ഉറപ്പാണ്. കുറ്റം തെളിഞ്ഞാൽ സർക്കാർ നടപടി സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലും വിശ്വാസമുണ്ട്. ടീമിനെ അഭിനന്ദിക്കുന്നു. മുഖം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നു. ആരോപണം ഗുരുതരമായി കാണണം. ഏത് സ്ഥാനത്തുള്ളവരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുൻ മന്ത്രി പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതികളായ കോൺഗ്രസ് MLA മാർ രാജിവെച്ചാൽ മുകേഷും പദവി ഒഴിയുമെന്നായിരുന്നു EP ജയരാജൻ പ്രതികരിച്ചത്. ബലാത്സംഗ കേസിൽ പ്രതികളായ M വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും രാജിവെച്ചാൽ സ്വാഭാവികമായി മൂന്നാമനായ മുകേഷും പദവി ഒഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ MLA മാർക്കും ഒരേ നിയമമാണുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ആനി രാജ അടക്കമുള്ളവർ മുകേഷ് എത്രയും വേഗം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ മുകേഷിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ തിരക്ക് കൂട്ടരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. രാജി ആവശ്യത്തിന് CPM വഴങ്ങിയേക്കില്ല എന്ന സൂചനയെ തുടർന്നാണ് ബിനോയ് വിശ്വവും ഈ നയം സ്വീകരിക്കുന്നത്. ആരോപണം നേരിട്ടവർ മുൻപും ഉണ്ടായിട്ടില്ലേ എന്നാണ് രാജി ആവശ്യം ഉയർത്തിയവരോട് CPI സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. സർക്കാർ നീങ്ങുന്നത് ശരിയായ വഴിയിലാണെന്നും സർക്കാർ സ്ത്രീപക്ഷത്താണെന്നും ബിനോയ് വിശ്വം അവകാശപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉന്നത പോലീസ് സംഘത്തെ നിയോഗിച്ചതാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസ് MLA മാർ സമാനമായ കേസുണ്ടായപ്പോൾ രാജിവെച്ചിട്ടില്ല എന്നും അതിനാൽ ഞങ്ങളും രാജിവെക്കില്ല എന്നുള്ള നിലപാട് ശരിയല്ല എന്നാണ് ആനി രാജയുടെ നിലപാട്. കുറ്റകൃത്യത്തെ മറ്റൊന്നുകൊണ്ട് മറയ്ക്കാനാവില്ല. ബലാത്സംഗ കേസിലെ പ്രതിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയും പരിഹാരവും അതല്ല എന്നും ആനി രാജ കൂട്ടിച്ചേർത്തു.